അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 28. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹത്വബി ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. സ്വദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സൂറത്തുൽ മസദിന്റെ പശ്ചാത്തലമാണ് ഇന്നലെ നാം വിശദീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ നേരെ ഒരർത്ഥതലവും. ഇന്നു മുതൽ നാം അതിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ ആയത്ത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിന്റെ രണ്ട് കൈകളും നശിച്ചു പോവട്ടെ. വതബ്ബ് എന്നല്ല, അവൻ തന്നെ നശിച്ചു പോവട്ടെ. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. എന്റെ നാശം അവന് വന്നണയുമ്പോൾ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തോ അതുപോലെ തന്നെ അവൻ്റെ മക്കളോ അവൻ ഉപകരിക്കുകയില്ല. അവൻ്റെ സമ്പത്തോ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ മക്കളോ അവൻ ഉപകരിക്കുകയില്ല. ഒന്നാമത്തെ ആയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഗോ ബാക്ക് വിളിക്കുമ്പം തബ്ബൻ ലക യാ മുഹമ്മദ് പറയുമ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. അബൂലഹബിന് മറുപടിയായിട്ടാണ് എന്ന് ഇന്നലെ നാം കേട്ടുകഴിഞ്ഞു. എങ്കിൽ അബൂലഹബിന് മറുപടിയായിട്ട് ഈ ആയത്ത് അവതരിക്കുന്ന സമയത്ത് ഖുൽ തബ്ബത് യദാ അബീ ലഹബിൻ എന്ന ഒരു പ്രയോഗം ഇതിലില്ല. അതേസമയം അള്ളാഹുവിനെക്കുറിച്ച് പല ദൈവങ്ങളുണ്ടെന്നും പല ഇലാഹുകളുണ്ടെന്നും അല്ലെങ്കിൽ അള്ളാഹുവിന് കീഴിൽ കുട്ടി ദൈവങ്ങളുണ്ടെന്നും ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിനെ ജഡവൽക്കരിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന് ഇലാഹി സങ്കല്പത്തിലുള്ള മുഴുവൻ അബദ്ധവിശ്വാസങ്ങളെയും തിരുത്താൻ വേണ്ടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൽപ്പന നൽകുമ്പോൾ അവിടെ ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ തങ്ങൾ പറയണം അള്ളാഹു ഏകനാണ്. അങ്ങനെയാ പറഞ്ഞത്. തങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതേസമയം തബ്ബത് യദാ അബീ ലഹബിൻ എന്ന സ്ഥലത്ത് ഖുൽ തബ്ബത് യദാ അബീ ലഹബിൻ എന്ന പ്രയോഗം ഇല്ല. ഇതെന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ട തഫ്സീർ ഗ്രന്ഥങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ സത്യമാണിത്. നബി സല്ലല്ലാഹു ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അള്ളാഹുവിനെ വേദനിപ്പിക്കുമ്പോൾ, അള്ളാഹുവിനെതിരെ സംസാരിക്കുമ്പോൾ അള്ളാഹു ഒരിക്കലും അതിന് മറുപടി അള്ളാഹു തന്നെ ഡയറക്റ്റ് പറയുന്ന സ്വഭാവമല്ല ഉള്ളത്. നബിയെ, അവരെന്നെ ചീത്ത പറയുന്നു, ഞാൻ നേരിട്ട് അതിന് മറുപടി പറയുന്നത് ശരിയല്ല. എന്നെ ചീത്ത പറയുമ്പോൾ നബിയെ തങ്ങൾ മറുപടി പറയണം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതേസമയം മുത്തുനബിക്കെതിരെ തബ്ബൻ ലക യാ മുഹമ്മദ് വിളിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, തങ്ങളെ, അവർ തങ്ങളെയാണ് ചീത്ത പറയുന്നത്. അതിന് തങ്ങൾ ഡയറക്റ്റ് പറയുന്നതും ശരിയല്ല. ഒരു കാര്യം ചെയ്യാം, അതിനു മറുപടി ഞാൻ പറഞ്ഞുകൊള്ളാം. അള്ളാഹു തന്നെ ഡയറക്റ്റായിട്ട് ഏറ്റെടുത്ത് അള്ളാഹു തആല തന്നെ നേരിട്ടതാ പറയുന്നു, തബ്ബത് യദാ അബീ ലഹബ്. ഖുൽ തബ്ബത്തല്ല, തബ്ബത് യദാ അബീ ലഹബ്. അബൂലഹബിന്റെ രണ്ട് കൈകളും അവൻ തന്നെയും നശിച്ചു പോകട്ടെ എന്ന പ്രയോഗമാണ് പടച്ച തമ്പുരാൻ നടത്തുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു സമയത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണക്കിന് ചീത്ത പറയുന്നു ശത്രുക്കൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രതികരിക്കുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴാണ് മുത്തുനബി ആ വഴി കടന്നു വരുന്നത്. മുത്തുനബി ചോദിച്ചു, അല്ലേടോ, നിങ്ങൾ എൻ്റെ കൂട്ടുകാരനെ എന്തു ചെയ്യും? നിങ്ങൾ എന്താണ് എൻ്റെ കൂട്ടുകാരനെ ചെയ്യുക എന്ന് ചോദിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലിടപെടുകയും
അവർക്ക് മറുപടി പറയുകയും ചെയ്തപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മറുപടി പറയാൻ ഒരുങ്ങി. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നോട്ട് മാറി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിന് ചോദിച്ചു, നബിയെ, ഇതുവരെ ഇവരെന്നെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ പ്രതികരിച്ചിട്ടില്ല. കാരണം പ്രതികരിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു. തങ്ങൾ പ്രതികരിച്ചപ്പോൾ പ്രതികരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് വന്നപ്പോൾ അവർക്ക് മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ തങ്ങൾ മാറിയല്ലോ നബിയെ, തങ്ങൾ പ്രതിരോധത്തിൽ നിന്ന് മാറിക്കളഞ്ഞല്ലോ നബിയെ, എന്താണ് തങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണം? ഉടനെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, അബൂബക്കറെ, ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ വിഷമം നിനക്ക് വിഷമമായതോടുകൂടെ അള്ളാഹു പറഞ്ഞു, നബിയെ, തങ്ങൾ പിന്മാറണം. അതേസമയം നിങ്ങളുടെ വിഷമം എനിക്ക് വിഷമമാകണം സിദ്ദീഖേ, എൻ്റെ വിഷമം നിങ്ങൾക്കും വിഷമമാകണം. എനിക്ക് പല ഘട്ടങ്ങളിലും വിഷമങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെ ഏറ്റെടുത്തത് അബൂബക്കറെ നിങ്ങളാണ്. അതാണ് ശരിയായ ശൈലി. എനിക്ക് വിഷമം വരുമ്പോൾ ഞാനതൊരു വലിയ കാര്യമാക്കി എടുക്കരുത്. നിങ്ങൾ എന്നെ താങ്ങണം. നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ നിങ്ങളത് ഒരു വലിയ ആനക്കാര്യമായി കാണരുത്. അതേസമയം ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടതുണ്ട്. ഇതാണ് ഈ 1-ാമത്തെ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ രണ്ട് സൂറകളുടെയും തുടക്കങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന വലിയൊരു പാഠം എന്നുണർത്തിക്കൊണ്ട് ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നാളെ വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും.